ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങൾ വൈകുന്നേരം സ്കൂൾ വിട്ട് ഇങ്ങനെ നിന്നപ്പോൾ ആകാശം കാണാൻ നല്ല സിർറസ് ക്ലൗഡൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാം, നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ഇന്ന് ഞാൻ മീൻകറി ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുക്കുക ഓൽക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പം എന്താണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ ആണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. അപ്പം കുറേ ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പോണ കുറേ ആൾക്കാരുണ്ട്. ആ കൂട്ടുകാരോടൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിന്ന് മീൻകറി വെക്കാൻ പോവാണ്. എല്ലാവരും മീൻകറി വെക്കണതാണ്, എന്നാലും നമ്മളെ മീൻകറി ഒരു വെറൈറ്റി മീൻകറി ഒന്നും അല്ലെങ്കിൽ സാധാ മീൻകറി പോലെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇൻഗ്രീഡിയൻസ് ഓഫ് മീൻകറീസ്. അപ്പം നമ്മൾ കിട്ടിയത് അയില മീനാണ്. നമ്മൾ ചെറിയ ഉള്ളി ചോപ്പറിലിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കണേ, കരിവേപ്പിൻ്റെ ഉണ്ട്, പിന്നെ ടൊമാറ്റോ, തക്കാളി ഉണ്ട്, പിന്നെ നമ്മൾ ടെർമറിക്, കുറച്ച് പുളിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത് ഒരു ചട്ടി വെക്കുക, തീ കത്തിക്കണം കേട്ടോ, അത് മറക്കല്ലേ. തീ കത്തിച്ച് ചട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിലോട്ട് പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്താ വെച്ചാൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ, നിങ്ങൾക്ക് ഉള്ളത് ഓയിലാണെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടായി, വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണ വരെ ഒന്ന് കാത്തിങ്ങനെ നിൽക്കുക. ചട്ടി ചൂടായി വെളിച്ചെണ്ണ ചൂടാവണ വരെ ഒന്ന് കാത്ത് നിൽക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്തിട്ട് കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. കടുക് പൊട്ടണമല്ലോ, കടുക് പൊട്ടുമ്പോൾ നല്ല രസമാണ്. ഒന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക, കണ്ണിലോട്ടും മൂക്കിലോട്ടൊക്കെ തെറിച്ചാൽ നല്ല രസമായിരിക്കും. അതുകൊണ്ട് തന്നെ കടുക് പൊട്ടണ നേരത്ത് ഉലുവ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇനി ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവയും പൊട്ടിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ. അപ്പോൾ ഉലുവയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവയും പൊട്ടിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഉലുവ ഇങ്ങനെ പൊട്ടിയും കൊണ്ട് നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കലാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഉലുവ പൊട്ടാൻ നമുക്കൊന്ന് കാത്തു നിൽക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിക്കണം. കരിവേപ്പില ബലം വെച്ച് വരുന്ന സമയം നമുക്ക് നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെല്ലുള്ളി ഉപയോഗിക്കാം, ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയുള്ളി, കുഞ്ഞുള്ളി എന്നൊക്കെ ചിലവർ പറയും. ഞങ്ങൾ ചെറിയുള്ളി എന്ന് പറയും, നിങ്ങൾ ചിലവരൊക്കെ കുഞ്ഞുള്ളി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ചെറിയുള്ളി ഇട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യുക. ആ എണ്ണ ചെറിയുള്ളിക്ക് പിടിച്ചത് വരെ ആകെ പോയി. അപ്പോൾ നമ്മൾ കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് ആക്കി കൊടുത്തിക്കണേ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ ഉള്ളി ഒന്നുകൂടി വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഉള്ളി വാടിയിട്ട് ഒരു ബ്രൗണിഷ് കളറാവണ വരെ നമ്മളൊന്ന് ക്ഷമിച്ച് തന്നെ പറ്റുള്ളൂ. അപ്പം നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ആ ഉപ്പൊന്ന് ഉള്ളിയിലോട്ട് പിടിച്ചാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ബ്രൗണിഷ് കളറാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. ഈ വീഡിയോ കാണുന്നവരൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വാടാൻ വേണ്ടിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കിയപ്പം ഏകദേശം ഒരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. നമ്മൾ ചെറിയുള്ളി ആട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു ബ്രൗണിഷ് കളറിൻ്റെ ഒന്നുകൂടി ആയിക്കോട്ടെ വിചാരിച്ച് നമ്മൾ ഒത്തിരി കൂടി നേരം ഒന്ന് ഇളക്കി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണൊക്കെ മതിയാകും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ ഉള്ളിയിലോട്ട് പിടിച്ചിന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചട്ടി പൊട്ടാതെ സൂക്ഷിക്കുക, ചട്ടി പൊട്ടാൻ സാധ്യത ഉണ്ടായതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ചട്ടി നന്നായി ചൂടായിട്ടൊക്കെ അല്ലേ, അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇത്തിരി നേരം നമുക്കൊന്ന് റെസ്റ്റിലാക്കാം, ഒന്ന് വാടിക്കോട്ടെ ഉള്ളി. പിന്നെ നമുക്ക് അതിൽ ടൊമാറ്റോ ആണ് ഇട്ട് കൊടുക്കാനുള്ളത്. തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കുത്തി തക്കാളി നമ്മൾ ഉടച്ചാക്കുകയാണ്. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അത് നമുക്കൊന്ന് ഇളക്കി അത് തക്കാളി വാടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ആക്കി കൊടുക്കുക. നന്നായി ആക്കി കൊടുത്തിട്ട് നമ്മൾ അതേപോലെ ഒന്ന് അടച്ച് വെക്കുകയാണ്. കുറച്ച് നേരം റെസ്റ്റിൽ വെക്കുകയാണ്. എന്താ വെച്ചാൽ ആ തക്കാളി ഒന്ന് വാടണമല്ലോ, അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ കുത്തി അളക്കുകയാണ്. തക്കാളി വാടുന്നുണ്ട്, അതുകൊണ്ട് കുത്തി ഒന്ന് ആക്കി കൊടുക്കുകയാണ് തക്കാളി വാടാൻ വേണ്ടിയിട്ട്. തക്കാളി വാടുന്ന വരെ വെയിറ്റ് ചെയ്യണം. നല്ല ക്ഷമ വേണ്ട പരിപാടി ആയതുകൊണ്ട് ഭയങ്കര ദേഷ്യമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ക്ഷമിച്ച് ആ കറി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇങ്ങോട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഇവിടെ ഏകദേശം വാടി വന്നിക്കണ്. ഏകദേശം ഇങ്ങനെ വാടിയും കൊണ്ട് നിൽക്കണ്, വാടി വന്നിട്ടില്ല. ഏകദേശം ഇങ്ങനെ വാടി കൊണ്ട് നിൽക്കുന്നു. നമ്മളത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ടൊമാറ്റോ ഏകദേശമല്ല ഫുള്ളി എന്തായിട്ടുണ്ട്, ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒന്നുകൂടെ ഒന്ന് ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടി ഒന്ന് റെസ്റ്റ് വെക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലോട്ട് ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി കൂടാതെയൊക്കെ ശ്രദ്ധിച്ചാൽ സംഭവിച്ചാൽ മഞ്ഞ കളറായതുകൊണ്ട് മഞ്ഞ കളർ മീൻ കറി ആയിപ്പോവും. അപ്പോൾ ഒരു അര സ്പൂൺ വേണ്ട ഒരു 1/4 സ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇടാൻ പോണത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 2 സ്പൂണാണ്. ഞങ്ങളുടെ എരുക്കനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി. അപ്പോൾ നമ്മൾ 2 സ്പൂണാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് 2 സ്പൂൺ മതി. അപ്പോൾ ഞങ്ങൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. അത് ഇനി അടുത്തത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോണത്. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഉണ്ടെങ്കിലാണ് നല്ല രസം ഉണ്ടാവുക മീൻ കറിക്ക്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പൊടി കട്ട പിടിച്ച് ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ആ ഉള്ളി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയിലോട്ട് ആ പൊടികളൊക്കെ ഒന്ന് പിടിച്ചണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി അടുത്തത് നമ്മൾ ആ ഉള്ളി ഒന്ന് റെസ്റ്റിൽ വെക്കുകയാണ്. നമ്മൾ ഫിഷ് മസാല ഇട്ടെടുക്കുകയാണ്. ഞങ്ങളിവിടെ എടുത്തേക്കുന്നത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഫിഷ് മസാലയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കിച്ചൺ ട്രഷേഴ്സ് എന്ന് ഞങ്ങൾ എല്ലാതും വാങ്ങലുണ്ട്. ഈസ്റ്റേൻ്റെയും കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഒക്കെ വാങ്ങലുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി പെരിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഫിഷ് മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് വലിയ ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇനി വീട്ടിലൊക്കെ ഈ ചിക്കൻ മസാലയും ഫിഷ് മസാലയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് നല്ലതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അതിലോട്ട് പുളിൻ്റെ വെള്ളമാണ് ഒഴിച്ചാൻ പോണത്. പുളിൻ്റെ വെള്ളം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി അടുത്ത് നമ്മളൊരു പുളിൻ്റെ വെള്ളമാണ് ഒഴിച്ചാൻ പോണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളി, ഞങ്ങളിവിടെ വാളംപുളിയാണ് യൂസ് ചെയ്യൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളി ഇടാം. ഇതിങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് കുറേ നേരം റെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ വേഗം എടുക്കപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര റെസ്റ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ കുടംപുളിൻ്റെ വെള്ളമാണ്, കുടംപുളിയല്ല വാളംപുളിയാണ് വാളംപുളിയാണ് ഒഴിച്ചെടുത്തിക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളി യൂസ് ചെയ്യാം. ഞങ്ങൾ മരത്തുമ്മന്നൊക്കെ കിട്ടുന്ന ആ പുളിയാണ് ഇട്ടുകൊടുക്കൽ. ഞങ്ങൾ മറ്റേതും ഉണ്ടാക്കലുണ്ട്, പക്ഷെ ഞങ്ങൾ ഇതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യൽ. ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം. ഈ നേരത്തെ ഇട്ട ഉപ്പ് മതിയാവാത്തതുകൊണ്ട് നമ്മൾ ഇത്തിരിയും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങോട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ പുളിയൊന്ന് നമ്മളെ മസാലയിലോട്ടൊന്ന് പിടിച്ചോട്ടെ. അതുവരെ നമുക്കൊന്ന് ഇത്തിരിയും കൂടി നേരം റെസ്റ്റ് ചെയ്തെടുക്കാം. സമയത്ത് നല്ല ക്ഷമ വേണ്ടിയ പരിപാടിയാണ്. ഇനി നമ്മൾ ആവശ്യത്തിന് വാട്ടർ യൂസ് ചെയ്ത് കൊടുക്കാം. വെള്ളം യൂസ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഇനി ഈ മസാല ഈ വെള്ളം തിളക്കണത് വരെ
നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇങ്ങോട്ട് വേണം നമ്മൾ താരമായ ഫിഷിനെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ വെള്ളം നന്നായി അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി തിളച്ചോട്ടെ. എന്നിട്ട് നമ്മൾ ഫിഷ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കിട്ടിയത് അയില മീനാണ് നമുക്ക് കിട്ടിയ മീൻ, അതാണ് വാങ്ങിയത്. അപ്പോൾ അയില മീൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ല കഴുകി വൃത്തിയാക്കിയ അയില മീനാണ്. അപ്പോൾ അതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുകയാണ്. അയില മീൻ അതുകൊണ്ട് ഉടയാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെ ഒന്ന് വെള്ളം ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ആ അയിലൊന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീൻകറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നല്ല സ്മെല്ല് വരിക. നല്ല സ്മെല്ലാട്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഒരു സ്പൂൺ 2 സ്പൂണ് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്തിനാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ആ വെളിച്ചെണ്ണൻ്റെ ഒരു ചെറിയ ചൊയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 2 യൂസ് ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഗൈസ്. ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മൾ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് ഇനി ഇത് വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി, നല്ല ചൂടുള്ള മീൻകറി ഇവിടെ റെഡിയാണ്. ഇന്നത്തെ വീഡിയോ നല്ല രസമായിരുന്നു തോന്നണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നണേ. അപ്പം ഞങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഞങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഇനി ഞങ്ങൾ വീഡിയോ കാണാൻ ബൈ.